അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഓക്കെ, അപ്പോ ഇപ്പൊ ലാസ്റ്റ് നടന്ന എക്സാമിന്റെ പെഡഗോജിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം, നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കുക, ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ ഒന്ന് ചാറ്റ് ബോക്സിന്റെ അകത്ത് കമന്റ് ചെയ്യുക. ഒരു വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്, അല്ലേ? യെസ്. ലൈസത്ത് മിൻ മഹാറാത്ത് അൽ ഹയാത്ത് അൽ അസാസിയ അല്ലതി യഖ്സിദു ബിഹ തഅല്ലും, അല്ലെ? ലൈസത്ത് അല്ലാത്തതാണ് ചോദിക്കുന്നത്. മിൻ മഹാറാത്തിൽ ഹയാത്തുൽ അസാസിയ, ബേസിക് ആയിട്ടുള്ള ലൈഫ് സ്കില്ലുകൾ, അല്ലെ? ലൈഫ് സ്കില്ലിൽ പെടാത്തത് ഏതാണ്, അല്ലെ? അല്ലതി യഖ്സിദു ബിഹ തഅല്ലും, പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്ന ബേസിക് ലൈഫ് സ്കില്ലിൽ പെടാത്ത കാര്യം ഏതാണെന്ന. ഇത് പഴയ ഹാൻഡ് ബുക്കുകളിൽ നിന്നുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം ഹാൻഡ് ബുക്കിന്റെ അകത്ത് ലൈഫ് സ്കില്ലുകൾ ഏതൊക്കെയെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്, അല്ലെ? യെസ്, നോക്കിയേ. തഫ്കീറുൽ ഇന്തിഖാദി, തഫ്കീറുൽ ഇന്തിഖാദി എന്ന് പറയുമ്പോൾ എന്താണ്? ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. ക്രിട്ടിക്കൽ തിങ്കിങ്, യെസ്, ക്രിട്ടിക്കൽ തിങ്കിങ്. ദെൻ തജ്വീദുൽ ഖത്തുൽ യദ്, ലൈക്ക് എന്താണ്? കൈയക്ഷരം, ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കുക, ഹാൻഡ് റൈറ്റിംഗ് മെച്ചപ്പെടുത്തുക. അതുപോലെ ഹല്ലുൽ മുഷ്കിലാത്ത്, ഹല്ലുൽ മുഷ്കിലാത്ത് എന്ന് പറയുമ്പോൾ പ്രോബ്ലം സോൾവിങ് സ്കില്ല്, അല്ലെ? പ്രോബ്ലം സോൾവിങ് സ്കില്ല്. ഇത്തിഹാദുൽ ഖറാറാത്ത്, അല്ലെ? ഡിസിഷൻ മേക്കിംഗ് സ്കില്ല്, എവിടെയെങ്കിലും ഒരു സാഹചര്യത്തില് തീരുമാനമെടുക്കാനുള്ള കഴിവ്, പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കഴിവ്, ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കുക, അതുപോലെ ക്രിട്ടിക്കൽ തിങ്കിങ്. ഇതിൽ ഏതാണ് ബേസിക് ആയിട്ടുള്ള ലൈഫ് സ്കില്ലിന്റെ അകത്ത് പെടാത്തത് എന്നാണ് ചോദ്യം. ലൈഫ് സ്കില്ലിന്റെ അകത്ത് പെടാത്തത്. ചാറ്റ് ബോക്സിനകത്ത് ആൻസർ ഇടും എല്ലാവരും. ആൻസർ വരട്ടെ. നിങ്ങൾ ഈ എക്സാം അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾ ഏതാണ് ഇതിന് ആൻസർ എഴുതിയത്? ഗുഡ് ഗുഡ്, കറക്റ്റ് ആണ്. യെസ്, എന്താണ്? അതെ, തജ്വീദ് ഖത്തുൽ യദ്, ഓപ്ഷൻ ബി തന്നെയാണ്. കാരണം ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കുക എന്ന് പറയുന്ന സംഗതി ലൈഫ് സ്കില്ലിന്റെ അകത്ത് ഹാൻഡ് ബുക്കിൽ എണ്ണാത്ത ഒരു കാര്യമാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ പഴയ ഹാൻഡ് ബുക്കുകളുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടിന്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, മജാലാത്ത് ഇൻഷാ അൽ ഖിയം വൽ മഫാഹിം. ഈ ഒരു വിദ്യാഭ്യാസ സിസ്റ്റത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന വാല്യൂസ്, അല്ല, ഖിയം എന്ന് പറയുമ്പോൾ വാല്യൂസ് ആണ്. കുട്ടികളിലേക്ക് എത്തിക്കേണ്ട മെയിൻ കൺസെപ്റ്റുകളും വാല്യൂകളും ഏതൊക്കെ മേഖലകളിലാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്ന് ഹാൻഡ് ബുക്കിന്റെ അകത്ത് വലിയൊരു ലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റിൽ പെട്ട കുറെ കാര്യങ്ങളുണ്ട്, അല്ലെ? എന്താണ്? ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ചിന്ത ഉണ്ടാക്കുക, അതുപോലെ തന്നെ എന്താണ് ഒരു എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വാല്യൂസ് കുട്ടികളിൽ ഉണ്ടാക്കുക, അതുപോലെ തന്നെ എന്താണ് അൽമാനി, അല്ലെ? ആ രീതിയിലുള്ള മറ്റുള്ള ആളുകളോടൊക്കെ സൗഹൃദമുള്ള ആ രീതിയിലുള്ള നിലപാട് സ്വീകരിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുക, പരസ്പരം വിട്ടുവീഴ്ച, ടോളറൻസ് ഉണ്ടാവുക, അതുപോലെ തന്നെ കുട്ടികൾക്ക് ക്രിട്ടിക്കൽ ആയിട്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ടാക്കുക, നമ്മുടെ സംസ്കാരത്തിനെയും പൈതൃകത്തെയും ഒക്കെ ബഹുമാനിക്കാനുള്ള കഴിവുണ്ടാക്കുക, അതുപോലെ തന്നെ ഇക്വാലിറ്റി, എല്ലാവർക്കും ഒരു തുല്യത, ആ ഒരു കൺസെപ്റ്റ് കുട്ടികളിലേക്ക് എത്തിക്കുക, അതുപോലെ തന്നെ മഹാറത്തുൽ ഖിയാദിയ, ലീഡർഷിപ്പ് സ്കില്ലുകൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ ഒരുപാട് മേഖലകൾ പറയുന്നുണ്ട്. അതിന്റെ അകത്ത് വന്ന ഒരു മേഖലയാണ് ഇത്. ഇവിടെ നിന്നാണ് ആ ചോദ്യം വന്നത്. തെർബിയ അൽ ഹാദിഫ ലി മഹാറത്തുൽ ഹയാത്ത്, അല്ലെ? ലൈഫ് സ്കില്ലുകളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള വിദ്യാഭ്യാസം, കുട്ടികളുടെ ജീവിത നൈപുണികൾ വികസിപ്പിക്കാനുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നുണ്ട്. പിന്നെയും കുറെ എന്താണ് രാജ്യത്തോടുള്ള കടപ്പാടുകളും കടമകളും എന്താണ് മനുഷ്യാവകാശങ്ങളും, അങ്ങനത്തെ ഒരുപാട് കുട്ടികളുടെ അവകാശങ്ങൾ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ, പ്രകൃതി സംരക്ഷണം തുടങ്ങിയിട്ടുള്ള ഒരുപാട് വാല്യൂസ് നമ്മുടെ പാഠഭാഗങ്ങളിലൂടെ കുട്ടികൾക്ക് കിട്ടണമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് പറഞ്ഞ ഒരു മേഖലയാണിതാ കുട്ടികൾക്ക് ലൈഫ് സ്കില്ല് ഉണ്ടാക്കുക. എന്നിട്ട് നമ്മുടെ ഹാൻഡ് ബുക്കിന്റെ അകത്ത് ഏതൊക്കെയാണ് ലൈഫ് സ്കില്ലുകൾ എന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്, അല്ലെ? സെൽഫ് അവയർനെസ്, മാരിഫാത്തിയ, മുവാസാത്ത്, അല്ലെ? എമ്പതി, അതുപോലെ ഖുദ്റത്തു തഫാസുൽ, അല്ലെ? കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അലാഖാത്ത് ബൈനൽ അഫ്റാദ്, ഇന്റർപേഴ്സണൽ സ്കില്ല്, ക്രിയേറ്റീവ് തിങ്കിങ്, ഫിക്ർ ബന്നായി, അതുപോലെ തന്നെ എന്താണ് ക്രിട്ടിക്കൽ തിങ്കിങ്, ഡിസിഷൻ മേക്കിംഗ്, ഇത്തിഹാദുൽ ഖറാറാത്ത്, ഹലുൽ മുഷ്കിൽ, പ്രോബ്ലം സോൾവിങ്, പിന്നെ തവാസുൽ ആതിഫി, കോപ്പിംഗ് വിത്ത് ഇമോഷൻ, ഇദാറത്തു തവാത്തുർ, കോപ്പിംഗ് വിത്ത് സ്ട്രെസ്. ഇങ്ങനെ 10 ലൈഫ് സ്കില്ലുകൾ നമ്മുടെ ഹാൻഡ് ബുക്കിന്റെ അകത്ത് എണ്ണുന്നുണ്ട്. മുമ്പ് പലപ്പോഴും ചോദ്യം വന്നൊരു ഏരിയയാണ് ഈ ലൈഫ് സ്കില്ല്. അപ്പൊ ഇനി അടുത്ത എക്സാമുകൾക്കൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്
നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ ലൈഫ് സ്കില്ല് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെ അകത്ത് നിന്ന് കുറച്ച് ഓപ്ഷൻസ് തന്നു. ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ കുറച്ച് ഓപ്ഷൻസ് തന്നു അല്ലെ. കുറച്ച് ഓപ്ഷൻസ് ക്രിറ്റിക്കൽ തിങ്കിങ് തന്നു, പ്രോബ്ലം സോൾവിങ് തന്നു, ഡിസിഷൻ മേക്കിംഗ് തന്നു. അതായത് ഹത്തുല്യത് എന്നുള്ള ആ ഒരു സംഗതി എക്സ്ട്രാ അതിന്റെ അകത്ത് കൊടുത്തു. അതാണ് ഇവിടെ ചോദ്യമായിട്ട് വന്നത്. യെസ്, അപ്പോ ഏതാണ് ആൻസർ വരുന്നത്? അതെ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആ ഹത്തുല്യത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ബാക്കി ഈ പറയുന്ന ഹലുൽ മുഷ്കിൽ ആണെങ്കിലും അതുപോലെ തന്നെ ഇത്തിഹാദുൽ ഖറാറാത്ത് ആണെങ്കിലും അതുപോലെ തന്നെ എന്താണ് ഫിഖുൽ ഇൻതിഖാദി ആണെങ്കിലും ഒക്കെ ലൈഫ് സ്കില്ലാണ്. അതിന്റെ അകത്ത് പെടാത്ത ഒരു സാധനം ഇങ്ങോട്ട് തന്നിട്ട് അതിനെ ആൻസർ ആക്കുകയാണ് ചോദ്യം ഇട്ട ആൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. എല്ലാവരും അത് ശരിയാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇത് നമ്മൾ പഠിച്ച ഭാഗത്തു നിന്നുള്ള ഹാൻഡ് ബുക്ക് എന്നുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ക്വസ്റ്റ്യൻ വായിക്കുക, ചാറ്റ് ബോക്സിന്റെ അകത്ത് ആൻസറുകൾ കമന്റ് ചെയ്യുക. യെസ്, അതെ. ഇഖ്തറ തസ്രീഹാത്ത് അസ്സഹീഹ അന്നതാജ് തഅലീമിയ അല്ലെ. നതാജ് തഅലീമിയ എന്ന് പറയുന്നത് ലേണിംഗ് ഔട്ട്കം ആണ്. ലേണിംഗ് ഔട്ട്കമ്മിനെ കുറിച്ച് ശരിയായ സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. അല്ലെ, ലേണിംഗ് ഔട്ട്കം യെല്ലോ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം അല്ലെ. അൽ മൂശിറുൽ അഅ്ലാ ലിന്നതാജ് തഅലീമിയ അല്ലെ. നമ്മുടെ ലേണിംഗ് യെല്ലോ എന്ന് പറയുന്ന സാധനത്തിന്റെ ഏറ്റവും ഹയസ്റ്റ് ഇൻഡിക്കേറ്റർ, അതിനെ ഏറ്റവും നന്നായിട്ട് സൂചിപ്പിക്കുന്ന സാധനം അത് ഹുവൽ അലാമാത്തുല്ലത്തി യഹ്സലു അലൈഹ ദാരിസ് ഫിൽ ഇംതിഹാനാത്ത്, പരീക്ഷകളിൽ കുട്ടികൾക്ക് ലഭിക്കുന്ന മാർക്ക് അല്ലെ. പരീക്ഷകൾ കുട്ടികൾക്ക് ലഭിക്കുന്ന മാർക്കിന് അനുസരിച്ചിട്ടാണ് യെല്ലോ അല്ലെ. പരീക്ഷയിൽ കുട്ടിക്ക് കിട്ടുന്ന മാർക്ക്, അതാണ് യെല്ലോയുടെ ഒരു എന്താണ് അതിന്റെ ഒരു അതിന്റെ ഇൻഡിക്കേറ്റർ. പിന്നെയോ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയേ, അന്നതാജു താലീമിയ തളമ്മുനുൽ മആരിഫ് വൽ മഹാറാത്ത്. ഈ ലേണിംഗ് ഔട്ട്കമ്മിന്റെ അകത്ത് അതിന്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളണം? മആരിഫ് അറിവുകൾ വേണം, മഹാറാത്ത് സ്കില്ലുകൾ വേണം, ഖിയം വാല്യൂസ് വേണം. അതിനകത്ത് പഠനത്തിനിടയിലൂടെ വിദ്യാർത്ഥികൾ ഈ പറയുന്ന വാല്യൂസ്, സ്കില്ലുകൾ, അറിവുകൾ എല്ലാം ഈ യെല്ലോസിന്റെ അകത്ത് വരും എന്നാണ് പറയുന്നത്. അടുത്ത സ്റ്റേറ്റ്മെന്റ് ഓക്കെ, ജീമ് നതാജ് തഅലീമിയ തകൂനു ഖാലിഅ ലിൽ മുലാഹള. ഈ ലേണിംഗ് ഔട്ട്കമ്മുകൾ ഒബ്സർവബിൾ ആയിരിക്കണം, ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. വസാലിഹത്തുൽ ഇഖ്തിബാർ, ടെസ്റ്റ് ചെയ്യാനും പറ്റണം, ടെസ്റ്റ് ചെയ്യാനും ഒബ്സർവ് ചെയ്യാനും പറ്റുന്നതായിരിക്കണം. അന്നതാജു തഅലീമിയ മുക്തസിബ ഫി മുദ്ദത്തിൻ വജീസ ഔ തവീല, ഷോർട്ട് ടൈം കൊണ്ടും ലോങ് ടൈം കൊണ്ടും ഒക്കെ നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കണം. അപ്പൊ ഇതില് ഏതൊക്കെയാണ് ലേണിംഗ് ഔട്ട്കമ്മുമായി ബന്ധപ്പെട്ടത്? നമ്മൾ മുമ്പത്തെ ആ ക്ലാസ്സിന്റെ അകത്ത് കേട്ട ആളുകൾക്ക് ഓർമ്മയുണ്ടാകും. ഈ പറഞ്ഞ 3 പോയിന്റും ഹാൻഡ് ബുക്കിന്റെ അകത്ത് അതുപോലെ കൊടുത്ത സംഗതിയാണ്. കുട്ടികൾ നേടുന്ന അറിവുകളും സ്കില്ലുകളും വാല്യൂസും ഒക്കെ ചേർന്നതാണ് യെല്ലോ. അത് ഒബ്സർവബിൾ ആയിരിക്കണം, ടെസ്റ്റ് ചെയ്യാൻ പറ്റണം. അതുപോലെ അത് കുറഞ്ഞ സമയം കൊണ്ടും കൂടുതൽ സമയം കൊണ്ടും നേടിയെടുക്കാനും പറ്റണം. അപ്പൊ ഈ പറഞ്ഞതില് ബാവും വരും, ജീമും വരും, ദാലും വരും. അപ്പൊ ഏതാ ശരി? യെസ്, ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ബാ, ജീമ്, ദാല്. നോക്കൂ, ഇതാണ് നമ്മൾ ആ പറഞ്ഞ സ്ലൈഡ്. ഞാൻ ഇപ്പൊ LP-യുടെ ഹൈസ്കൂളിന്റെ ഒരു എക്സാം കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾക്ക് ഇത് വന്നത്, UP വന്നത്. അതിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത സമയത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നത് ഈ ആപ്പിളിന്റെ സ്ലൈഡ്. ഇവിടുന്ന് എപ്പോഴും ചോദ്യം വരുന്ന ഒരു സംഗതിയാണ്. കണ്ടോ, ഹാൻഡ് ബുക്കിന്റെ അകത്ത് കൊടുത്ത ആ 3 പോയിന്റ് അതുപോലെ അങ്ങ് ചോദിക്കുകയാണ്. അതിന്റെ അകത്ത് നോളേജ്, സ്കില്ല്, ആറ്റിറ്റ്യൂഡ്, വാല്യൂസ്, കുട്ടികൾക്ക് ഈ പറയുന്ന എല്ലാ സംഗതികളും യെല്ലോന്റെ അകത്ത് വരും. മാത്രല്ല അത് ഒബ്സർവബിൾ ആയിരിക്കണം, അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റണം, അത് കുറഞ്ഞ സമയം കൊണ്ടും കൂടുതൽ സമയം കൊണ്ടും നേടാൻ പറ്റണം. ആ പറഞ്ഞ സംഗതി ഓർമ്മയുള്ള ആളുകളൊക്കെ എഴുതിയിട്ടുണ്ടാവും അല്ലെ. ശരിയാക്കിയില്ലേ? ആൻസർ ശരിയാക്കിയില്ലേ? ആ യെസ്, ഓക്കെ, വെരി ഗുഡ്. ഹാൻഡ് ബുക്കിന്റെ അകത്ത് ഡയറക്റ്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കും. ഇതും അതുപോലെ തന്നെ ക്ലാസിന്റെ സമയത്ത് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ഞാൻ ഒന്നും വേണ്ട, ഇത് വെറുതെ ജസ്റ്റ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കരിക്കുലവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഐഡിയ ഉള്ള ആൾക്കും എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. താഴെ കൊടുത്തതില് NCF അല്ലെ,
നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005 പ്രധാനമുള്ള ഏരിയകൾ അതേ തൊട്ട് ശരിയായി തെരഞ്ഞെടുക്കുക. കാണാപ്പാഠം പഠിക്കുക, ബൈ ഹേർട്ട് പഠിക്കുന്നതിന് പകരം ആക്ടിവിറ്റിയിലൂടെ പഠിക്കുന്നതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അത് ഉറപ്പുവരുത്തുക. റബത്തുൽ മാരിഫ ബിൽ ഹയാത്തുൽ യൗമിയ, നമ്മൾ പഠിക്കുന്ന അറിവ് നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യിക്കുക. അൽ ഇഹ്തിമാം ലിദ്റാസ മുറക്കസ അല ദാരിസ് വൽ മുദരിസ് അല ഖദ്മിൽ മുസാവ, പഠനത്തിൽ പ്രാധാന്യം കൊടുക്കണം അല്ലെ, അധ്യാപകനും വിദ്യാർത്ഥിക്കും ഒരേപോലെ ഈക്വൽ ആയിട്ട് അധ്യാപകനും വിദ്യാർത്ഥിക്കും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതില് ഫോക്കസ് ചെയ്യുക. എക്സാമുകള് എന്ത് ചെയ്യുക, ഫ്ലെക്സിബിൾ ആക്കുക, എന്നിട്ട് പഠനത്തോടൊപ്പം തന്നെ അതിനെ ഇൻഡൽജ് ചെയ്യുക, അതിനെ കൂട്ടിച്ചേർക്കുക, ദം ചെയ്യുക, മെർജ് ചെയ്യുക. എക്സാമുകള് ഫ്ലെക്സിബിൾ ആക്കുകയും അതിനെ മെർജ് ചെയ്യുകയും ചെയ്യുക. അപ്പൊ ഇതിലേതാണ് ആൻസർ ശരിയായിട്ട് വരിക? ഇതിലേതൊക്കെ വേണം? യെസ്, ഏതൊക്കെ വേണം? ഈ പറയുന്ന അലിഫും ബാവും ദാലും അതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ്. യെസ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലെ. നമുക്ക് NCF-മായി ബന്ധപ്പെട്ടിട്ട് എന്താണ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലെ. എന്താണ്? യെസ്, അലിത്താറുൽ മൻഹജിയ ദിറാസിയൽ വത്തനി 2005 എന്ന് പറഞ്ഞ് പഴയ ഹാൻഡ് ബുക്കിന്റെ അകത്ത് കൊടുത്തതാണ്. ഇപ്പൊ പറഞ്ഞ 3 ചോദ്യം പഴയ ഹാൻഡ് ബുക്ക് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഓരോ എക്സാമ്പിൾ മുമ്പും ഹാൻഡ് ബുക്ക് അത്രയും പ്രാധാന്യത്തോടെ പറയണത് ഈ ഭാഗത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ടാണ്. അപ്പൊ അതിൽ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങളായിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഇതാ ജീവിതം അല്ലെ. നമ്മൾ പഠിക്കുന്ന അറിവ് സ്കൂളിന് പുറത്ത് ജീവിതവുമായി ബന്ധിപ്പിക്കുക, അതാണ് നേരത്തെ പറഞ്ഞതിൽ വന്നൊരു പോയിന്റ്. ആ സ്റ്റേറ്റ്മെന്റ് അതുപോലെ അങ്ങ് കൊടുക്കുകയാണേ. പിന്നെ അടുത്ത് നോക്കിയേ, അത്താഖുദ്ബിയന്ന ഗിറാസ ലൈസത് മഹ്സൂർ അൽ ഹിഫ്ള്, കാണാപ്പാഠം പഠിക്കലല്ല വിദ്യാഭ്യാസം എന്ന് ഉറപ്പുവരുത്തുക, അതാണ് നമ്മൾ പറഞ്ഞ മറ്റൊരു പോയിന്റ്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന മറ്റൊരു പോയിന്റ് അതാണ്. പിന്നെയോ അത്താരിഫ് ബി കഫാത്ത് മഹാജ് ദിറാസിയ, പഠന കരിക്കുലവുമായി ബന്ധപ്പെട്ടതിന്റെ എഫിഷ്യൻസിയെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവുക. അതുപോലെ തന്നെ എന്താണ് സെൽഫ് വളർച്ച, മറ്റുള്ള ഇൻഫ്ലുവൻസുകളിൽ നിന്നൊക്കെ എന്ത് ചെയ്യാണ്, സെൽഫ് വളർച്ച, തെന്മീയതാക്കിയ ഒരു സെൽഫ് ഗ്രോത്ത് കൊണ്ടുവരിക. അതുപോലെ തന്നെ എന്താ മുറൂന മുത്തുമറ്റ മദ്രാസിയ, പഠന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ടെസ്റ്റുകൾ, അപ്പൊ അത് ഫ്ലെക്സിബിൾ ആക്കുക, അതിനോടൊപ്പം തന്നെ മെർജ് ചെയ്യുക. അപ്പോ ഇതെന്താണ്, NCF-മായി ബന്ധപ്പെട്ട് പഴയ ഹാൻഡ് ബുക്കില് തുടക്കത്തിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഉണ്ടോ, അതേപോലെ കൊണ്ടെടുത്തിട്ട് ഹാൻഡ് ബുക്കിന്റെ അകത്ത് പറഞ്ഞ അലിഫും ബാവും ദാലും കൊടുത്തിട്ട് അതിന് പുറമെ വേറൊരു സാധനം കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് വന്ന ചോദ്യമാണ്. ഓക്കെ, NCF-മായി ബന്ധപ്പെട്ട് 2005 നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കുമായി ബന്ധപ്പെട്ട് വന്ന ചോദ്യമാണ്. ഈ സ്ലൈഡിൽ നിന്ന് അതുപോലെ വന്ന ചോദ്യമാണ്, എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അല്ലെ. ശരിയാക്കാൻ പറ്റിയില്ലേ? യെസ്, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ, ചാറ്റ് ബോക്സിന്റെ അകത്ത് ആൻസർ ഇടൂ. اختبر التصريحات الصحيحة عن التقويم المستمر المستوعب അല്ലെ. തഖ്വീം മുസ്തമിർ മുസ്തൗഇബ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ആണ്. അതുമായി ബന്ധപ്പെട്ട് ശരിയായതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. യെസ്, യസീറു ജൻബൻ ഇല ജൻബിൻ പഠനത്തിന്റെ അല്ലെ, ടീച്ചിങ്ങിന്റെ ആ ഒരു പ്രോസസ്സിന്റെ കൂടെ തന്നെ തോളോട് തോൾ ചേർന്ന് സഞ്ചരിക്കുന്ന സാധനം എന്ന് വെച്ചാൽ അതിന്റെ പഠനത്തോടൊപ്പം അതിന്റെ ഒപ്പം നടക്കുന്ന ഒരു പ്രവർത്തനമാണ് CCE. കുട്ടികളുടെ എന്താണ് ബിഹേവിയറുകളും കുട്ടികളുടെ സ്കില്ലുകളെയും ടെസ്റ്റ് ചെയ്യുന്നത്, അതുമായി ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് CCE. അല്ലെ, കുട്ടികൾക്ക് എന്താണ് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാണ്, തഹ്ഫീസ് ചെയ്യാണ്, മോട്ടിവേറ്റ് ചെയ്യുക. അല്ല ബദൽ മസീദ് മിനൽ, കൂടുതൽ എഫേർട്ട് എടുത്തോണ്ട്, കൂടുതൽ എഫേർട്ട് ചിലവഴിച്ചുകൊണ്ട് പഠിക്കാൻ വേണ്ടി കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുകയാണ് CCE. അധ്യാപകന്റെ അധ്യാപകന്റെ മാനസികവും എന്താണ്, അതുപോലെ തന്നെ ക്യാരക്ടറും അധ്യാപകന്റെ ക്യാരക്ടറിനെ പരിഗണിക്കുന്നതാണ് CCE. അപ്പൊ ഇതിന്റെ അകത്ത് ഏതായിരിക്കും ശരി? നമുക്ക് ഒറ്റയടിക്ക് തന്നെ വായിച്ചു നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സംഗതിയാണ് അല്ലെ, പഠനത്തോടൊപ്പം നടക്കുന്ന സംഗതിയാണ് CCE. അതേ, കറക്റ്റ് ആണ്.
കുട്ടികളുടെ കഴിവുകൾ അളക്കുന്നതാണ് CC. ശരിയാണ്. കുട്ടികൾക്ക് വീണ്ടും പഠിക്കാനുള്ള പ്രചോദനം കൊടുക്കുന്നതാണ് CC. ശരിയാണ്. ഏതൊക്കെയാ ശരി വരുന്നത്? യെസ്, അലിഫും ബാവും ജീമും അല്ലെ? അലിഫും ബാവും ജീമുമാണ് കറക്റ്റ് വരിക. അപ്പൊ ഏതാണ് ആൻസർ വരിക? യെസ്, ഓപ്ഷൻ സി. ഓപ്ഷൻ സി, അലിഫ് ബാ ജീം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, യെസ്, അതാണ് CC-യുമായി ബന്ധപ്പെട്ട് വളരെ ജനറൽ ആയിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. നമ്മള് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇവാലുവേഷനുമായി ബന്ധപ്പെട്ട് ഒരു സ്ലൈഡിന്റെ അകത്ത് ഒരു ആരോ മാർക്കൊക്കെ ഉള്ള സ്ലൈഡിന്റെ അകത്ത് പറഞ്ഞ അതേ പോയിന്റുകൾ അതേപോലെ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓർക്കുന്നുണ്ടോ? ലൈസ മിൻ മുവാസഫാത്ത് അൽ ഇഖ്തിബാറിൽ ജയ്യിദ്. ഓക്കെ, ലൈസ എന്ന് പറഞ്ഞാൽ അല്ലാത്തതാണ്, അല്ലാത്തത്. മീൻ മുവാസഫാത്ത് അൽ ഇഖ്തിബാറിൽ ജയ്യിദ്, നല്ല ഒരു ടെസ്റ്റ് അല്ലെ, ഗുഡ് ടെസ്റ്റ്, നല്ലൊരു ടെസ്റ്റിന്റെ പ്രത്യേകതകളിൽ പെടാത്തത് ഏതാണ്? താഴെ കൊടുത്തത് നല്ല ഒരു ടെസ്റ്റിന് വേണ്ടാത്ത ക്വാളിറ്റി ഏതാണ് എന്നാണ് ചോദ്യം. നോക്കിയേ, ഇവിടെ കൊടുത്തത് നോക്കിയ അൽ മൗലൂഇയ്യ. മൗലൂഇയ്യ അല്ലെ, മൗലൂഇയ്യ എന്ന് പറയുമ്പോ എന്താണ്? ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെ, സബ്ജക്ടിവിറ്റി എന്നുള്ളതാണ്. പിന്നെയോ ദാത്തിയ, ആ ഒരു സംഗതിയിലെ എന്താണ് അതിന്റെ അകത്ത് വരുന്ന സംഗതി. തെൻഫീദിയ, അതില് പ്രാക്ടിക്കബിലിറ്റി. സിബാത്ത് അല്ലെ, അതിനൊരു വാലിഡിറ്റി. അപ്പൊ ഇതിന്റെ അകത്ത് ഏതാണ് ലൈസ വരിക? ഏതാണ്? യെസ്, ആൻസർ വരട്ടെ. ലൈസ ഏതാ വരിക? അതെ, ദാത്തിയാണ് അല്ലെ. ഇതിന്റെ അകത്ത് വരുന്നത് ഇങ്ങനെ നോക്കിയേ, നിങ്ങൾ നോക്കൂ. ഈ ഒരു മൗലൂഇയ്യ എന്ന് പറയുമ്പോൾ ഒബ്ജക്ടിവിറ്റി ആണ്. ഇതിന്റെ അകത്ത് വരുന്ന സംഗതി നോക്കിയേ, ഇതാണ്ടോ? സിദ്ദഖ് എന്ന് പറയുമ്പോൾ റിലയബിലിറ്റി ആണ്. സിദ്ദഖ് റിലയബിലിറ്റി. മൗലൂഇയ്യയുടെ സബ്ജക്ടിവിറ്റി അല്ല, ഒബ്ജക്ടിവിറ്റി ആണ്. മൗലൂ എന്ന് പറയുമ്പോൾ നമുക്ക് സബ്ജക്റ്റ് നമുക്ക് അർത്ഥം വെക്കാൻ വരുമെങ്കിലും പക്ഷെ അത് ഒബ്ജക്ടിവിറ്റി ആണ്. സിബാത്ത് എന്ന് പറയുമ്പോൾ വാലിഡിറ്റി ആണ്. നോക്കിയേ, അതിന്റെ അകത്ത് വന്ന സംഗതിയാണ്. തെൻഫീദിയ എന്ന് പറയുന്നത് എന്താ? തെൻഫീദിയ പ്രാക്ടിക്കബിലിറ്റി ആണ്. ഇസ്തിമാലിയ കോംപ്രിഹെൻസീവ്നെസ് ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് ഇതാ ഈ മൗലൂഇയ്യ ഒബ്ജക്ടിവിറ്റിയും സിബാത്തും തെൻഫീദിയൻ കൊടുത്തിക്കാണ്ട് അതിന് പുറമെ വേറൊരു സാധനം ആഡ് ചെയ്ത് കൊടുത്തു, ദാത്തിയ. ദാത്തിയ എന്ന് പറയുമ്പോൾ അതാണ് എന്ത് സബ്ജക്ടിവിറ്റി. ഓക്കെ, സബ്ജക്ടിവിറ്റി ആയിട്ട് പറയണത് അതാണ് ദാത്തിയ, സബ്ജക്ടിവിറ്റി. അപ്പൊ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളിപ്പോ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന്, ഒരു ടെസ്റ്റിന് ഒരു ചോദ്യം ഇടുമ്പോ, ഒരു ക്വസ്റ്റ്യൻ ഇടുമ്പോ അത് നാലാള് വായിച്ചു നോക്കുമ്പോ നാലാൾക്കും 4 ഉത്തരം വരുന്ന രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു ഇതില്ലാതെ നമ്മളെ പെഡഗോജിയിലൊക്കെ വരുന്ന ചില ചോദ്യങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും. അപ്പൊ അങ്ങനെ സബ്ജക്റ്റീവ് ആവാതെ ഒബ്ജക്റ്റീവ് ആവുക എന്നുള്ളത് നല്ലൊരു ടെസ്റ്റിന്റെ ക്വാളിറ്റി ആയിട്ടാണ് പറയുന്നത്. അപ്പൊ ആ സബ്ജക്ടിവിറ്റി കുറക്കാനാണ് നമ്മുടെ PSC പരീക്ഷകളൊക്കെ, നല്ല ടെസ്റ്റുകൾ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഒബ്ജക്റ്റീവ് ടൈപ്പിലേക്ക് മാറിയിട്ടുള്ളത്. കാരണം സബ്ജക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോ നമ്മുടെ കോളേജ് ആയിട്ടിനൊക്കെ ഇപ്പോഴും സ്റ്റിൽ സബ്ജക്റ്റീവ് ആണ് അല്ലെ. അപ്പൊ അത് പല ആളുകൾക്ക് പല രീതിയിൽ എഴുതാൻ പറ്റും. എന്താണ്, അപ്പൊ ആ ഒരു സബ്ജക്റ്റിവിറ്റി കുറക്കാനാണ് ഈ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പിലുള്ള രീതിയിലേക്ക് തന്നെ മാറിയിട്ടുള്ളത്. അപ്പൊ നല്ലൊരു ടെസ്റ്റിന്റെ ഗുണങ്ങളായിട്ട് ഇതാ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അകത്ത് ഒന്ന് മാത്രം കൊടുത്തിട്ട് എന്ത് ചെയ്താണ്, അങ്ങോട്ട് മാറ്റിയേക്കാണ്. അപ്പൊ ഇവിടെ ദാത്തിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ബാക്കി ഇതാ ഇത്രയും കാര്യങ്ങള് നല്ലൊരു ടെസ്റ്റിന്റെ ക്വാളിറ്റീസ് ആയിട്ട് നമ്മുടെ ഇതിന്റെ അകത്ത് പറയുന്നതാണ്. സിദ്ദഖ്, മൗലൂഇയ്യ, സിബാത്ത്, ഇസ്തിമാലി, തെൻഫീദിയ. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് ആൻസർ വരിക ദാത്തിയാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾ, നമ്മൾ വളരെ പേരിൽ മാത്രം, വാക്കുകളിലൂടെ മാത്രം പറഞ്ഞു പോയിരുന്ന ഒരു സംഗതിയാണിത്. ഇത് കുറച്ച് ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻ വന്നൊരു ഭാഗം. എന്നാലും ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. യെസ്, മിൻ മസായ ത്വരീഖ സിയാറ അൽ മൈദാനിയ ലിതഅല്ലും. അല്ലെ, സിയാറ മൈദാനിയ, ത്വരീഖ സിയാറ മൈദാനിയ. ത്വരീഖ സിയാറ മൈദാനിയ എന്ന് പറയുമ്പോ എന്താണ്? യെസ്, ഫീൽഡ് ട്രിപ്പ് മെത്തേഡ്. നമ്മള് കുറെ മെത്തേഡ്സ് പറഞ്ഞ രൂപത്തില് കൂട്ടത്തില് പറയാത്തൊരു സാധനമാണ് ഫീൽഡ് ട്രിപ്പ് മെത്തേഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ സമയത്തൊക്കെ മ്യൂസിയം വിസിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ പറഞ്ഞ പ്രൊജക്റ്റീവ് മെത്തേഡ് പോലെ, ഇൻഡക്റ്റീവ് മെത്തേഡ് പോലെ, പ്ലേവേ മെത്തേഡ് പോലെ, ഡിസ്കഷൻ മെത്തേഡ് പോലെ, ഡയറക്റ്റ് മെത്തേഡ് പോലെ അങ്ങനെ പറയുന്ന ഒരു മെത്തേഡാണ് ഈ പറഞ്ഞ
ഫീൽഡ് ട്രിപ്പ് മെത്തേഡ്. കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മെത്തേഡാണ് ഈ ഫീൽഡ് ട്രിപ്പ് മെത്തേഡ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുട്ടികളൊന്നുമില്ല, കുട്ടികളെ പുറത്തു കൊണ്ടുപോയിട്ട് കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കുട്ടികൾക്ക് ചോദിച്ചു കണ്ട് മനസ്സിലാവാനുള്ള അവസരം കൊടുക്കുക. അതാണ് ഫീൽഡ് ട്രിപ്പ് മെത്തേഡ് എന്ന് പറയുന്നത് അല്ലെ. നെല്ലിനെ കുറിച്ചും പാടത്തെ കുറിച്ചും ഒക്കെ ക്ലാസ്സിലിരുന്ന് പഠിപ്പിക്കുമ്പോൾ അതോടൊപ്പം തന്നെ കുട്ടികളൊന്ന് പാടത്തേക്ക് കൊണ്ടുപോയിട്ട് കാര്യങ്ങൾ റിയൽ ആയിട്ട് കുട്ടികൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കാനുള്ള ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ശരിയായ സ്റ്റേറ്റ്മെന്റുകൾ, അതിന്റെ മസായ, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. സോഫർ ഹിബ്ര വാക്കായ കുട്ടികൾക്ക് റിയൽ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുക. പ്രൊവൈഡ് റിയൽ എക്സ്പീരിയൻസ് ഇല്ലേ. പിന്നെയോ തശജ്ജു അലൽ അമലുൽ ജമാഇ വത്തആവുനി, കുട്ടികൾക്ക് ഗ്രൂപ്പായിട്ടും പരസ്പരം സഹകരിച്ചും ഒക്കെയുള്ള കോപ്പറേറ്റീവ് ആയിട്ടും ഒക്കെയുള്ള എന്താണ് പ്രവർത്തനങ്ങൾ, കുട്ടികളുടെ ആക്ടിവിറ്റീസിനെ പ്രോത്സാഹിപ്പിക്കുക, മോട്ടിവേറ്റ് ചെയ്യുക. പിന്നെയോ തജ്അലു തഅല്ലും അക്സർ മുത്അ വതശ്വീഖൻ, നല്ല കുട്ടികൾക്ക് കൂടുതൽ എൻജോയബിളും തശ്വീഖ്, കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടമുള്ളതാക്കുക, പഠനത്തെ കുട്ടികൾക്ക് കൂടുതൽ എൻജോയബിൾ ആക്കുക. അതുപോലെ അല്ലെ, എന്താണ് കണ്ടന്റും ടെക്സ്റ്റ് ബുക്കും അതുപോലെ തന്നെ കണ്ടന്റും റിയാലിറ്റിയുമായിട്ടുള്ള കാര്യങ്ങള് അതുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുക. അതിലേതാ ശരിയായിട്ട് വരിക? യെസ്, ഡെഫിനറ്റ്ലി എന്താണ്, അതെ, കുട്ടികൾക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നൽകുക എന്നും കുട്ടികളെ ഗ്രൂപ്പ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് ആയിട്ടുള്ള വർക്കുകളിൽ എൻകറേജ് ചെയ്യുക എന്നുള്ളതും കുട്ടികൾക്ക് കൂടുതൽ ഫൺ ആൻഡ് എക്സൈറ്റിംഗ് ആയിട്ട് പഠിപ്പിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ എന്താണ് കുട്ടികൾ പഠിക്കുന്ന കരിക്കുലം കണ്ടന്റും റിയാലിറ്റിയും തമ്മിലുള്ള കണക്ഷൻ കുട്ടികൾക്ക് എൻഹാൻസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും ഒരു ഫീൽഡ് ട്രിപ്പ് മെത്തേഡിന്റെ പ്രത്യേകതകൾ തന്നെയാണ്. അപ്പൊ ഏതാണ് ആൻസർ വരിക? യെസ്, ഡെഫിനറ്റ്ലി എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഓപ്ഷൻ ഡി, ഈ പറയുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റും ഫീൽഡ് ട്രിപ്പ് മെത്തേഡുമായി ബന്ധപ്പെട്ട് ശരിയാണ് അല്ലെ. യെസ്, ഫീൽഡ് ട്രിപ്പ് എന്ന് പറയുമ്പോൾ അതാണ് കുട്ടികൾക്ക് എന്താണ് സിയാറ മൈതാനിയ എന്ന് പറയുമ്പോൾ എന്താണ്, കുട്ടികൾക്ക് അതൊരു റിയൽ എക്സ്പീരിയൻസ് കൊടുക്കുന്നതാണ്. കുട്ടികളുടെ എന്താണ് കരിക്കുലം റിയാലിറ്റിയുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. കുട്ടികൾക്ക് പഠനത്തെ കൂടുതൽ എൻജോയബിൾ ആക്കും. കുട്ടികൾക്ക് ഗ്രൂപ്പായിട്ട് വർക്കുകൾ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കും. കുട്ടികൾക്ക് ഒബ്സർവേഷൻ സ്കില്ല് കുട്ടികളിൽ വർദ്ധിക്കും. അതുപോലെ തന്നെ കുട്ടികൾ പഠിച്ച കാര്യങ്ങൾ കുട്ടികളുടെ മനസ്സിൻ്റെ അകത്ത് വീണ്ടും എന്താണ് ഉറപ്പിക്കാൻ എന്ത് ചെയ്യും, ഈ സംഗതി ഫീൽഡ് ട്രിപ്പിലൂടെ സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ അതാണ് ഈ സിയാറ മൈതാനിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുട്ടികളുടെ ക്ലാസ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയിട്ട് റിയൽ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതിന്റെ പ്രത്യേകതകളാണ്, ഗുണങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കും. ഇത് ഡയറക്റ്റ് ആയിട്ട് പഠിച്ച ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ത്വരീഖത്തുൽ മശ്റൂഅ തഅ്തമിദു അലൽ ഫൽസഫ ഡാഷ്. താഴെ കൊടുത്തതില് പ്രൊജക്റ്റ് മെത്തേഡ് ഏത് ഫിലോസഫിയുടെ ബേസിലാണ് നടക്കുന്നതാണ് പറഞ്ഞത്. പ്രൊജക്റ്റ് മെത്തേഡ് തഅ്തമിദു അല ഫൽസഫ, അത് ഏത് ഫിലോസഫിയെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോ ഈ ഒരു സംഗതി വായിച്ചു നോക്കിയിട്ട് ഈ പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, ഇതിനെ വായിച്ച് നമ്മൾ പഠിച്ച വേർഡുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാതെ കുറച്ച് ആളുകൾക്ക് സംഭവിച്ചു പോയിട്ടുണ്ട്. ഇത് ഇങ്ങനൊരു സാധനം ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്നുള്ളത് അല്ലെ. എന്തായിരുന്നു? ബ്രാഗ്മാത്തിയ, ബ്രാഗ്മാത്തിയ എന്ന് പറഞ്ഞ എന്താ സാധനം? ബ്രാഗ്മാത്തിയ, തബിഇയ്യ, മിസാലിയ, ഇൻസാനിയ. ബ്രാഗ്മാത്തിയ എന്ന് പറഞ്ഞാൽ അതെന്താണ്? യെസ്, പ്രാഗ്മാറ്റിസം ആണ്. പ്രാഗ്മാറ്റിസം കുട്ടികൾ കണ്ടെത്തി റിയൽ ലൈഫുമായി ബന്ധപ്പെടുത്തി പഠിപ്പിക്കണം എന്ന് പറയുന്ന ജോൺ ഡുയിയുടെ എന്താണ്, അദ്ദേഹത്തിന്റെ തിയറിയാണ് പ്രാഗ്മാറ്റിസം. ഈ തിയറിയുടെ ബേസിലാണ് കിൽപാട്രിക് പ്രൊജക്ട് മെത്തേഡ് കൊണ്ടുവന്നൊക്കെ പഠിച്ചിരുന്നു. ഓർമ്മയുണ്ടോ? യെസ്, ബ്രാഗ്മാത്തി. അത് ആദ്യം കാണുമ്പോ മുമ്പ് ഒരു തവണ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പലപ്പോഴും വാക്കുകൾ അറബീകരിച്ച് വരാറുണ്ട്. പവർ പോയിന്റ്, ബാഫാർ, ബൂയീന്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഷറാഇഹിന് പകരം. അപ്പൊ അങ്ങനെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ. എങ്ങനെ തിരിച്ചും മറിച്ചും വന്നു കഴിഞ്ഞാലും നമ്മളതിൽ പെട്ടുപോകരുത്. ഇത് പ്രാഗ്മാറ്റിസം ആണെന്ന് കിട്ടാതെ തെറ്റിപ്പോയവരുണ്ടോ? ഓപ്ഷൻ എ. ഓപ്ഷൻ എ പ്രാഗ്മാറ്റിസം ആണ്. അത് നമ്മൾ സാധാരണ അത് ഇംഗ്ലീഷിലാണ് നമ്മൾ ആ ഒരു വാക്കിന് ഒറിജിനൽ അറബി പദം ഇല്ല. അതുകൊണ്ടാണ് അത് ഇംഗ്ലീഷിൽ തന്നെ പഠിച്ചു പോണത് അല്ലെ.
യെസ്, ജോൺ ഡുയിയും കിൽപാട്രിക്കും, ജോൺ ഡുയിയുടെ പ്രാഗ്മാറ്റിസം എന്ന് പറയുന്ന തിയറിയുടെ ബേസിൽ നിന്ന് കിൽപാട്രിക് ഉണ്ടാക്കിയെടുത്ത എന്താണ് മെത്തേഡ് ആയിരുന്നു പ്രൊജക്ട് മെത്തേഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വന്ന വളരെ സിമ്പിൾ ആയ ചോദ്യമാണ്. വായിക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ടിൽ കിട്ടിയിട്ടില്ലെങ്കിലല്ലോ, അല്ലെങ്കിൽ മനസ്സിലായാലും പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്തായാലും സാരല്ല, കുഴപ്പമില്ല. അപ്പൊ എന്തായാലും പ്രൊജക്ട് മെത്തേഡ് പ്രാഗ്മാറ്റിസം ആ ഒരു വേർഡ്സിനെ അങ്ങനെ തന്നെ കണക്ട് ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. മിൻ മലാമിഹി അത്തഅലീം അൽ മുസഗർ, മിൻ മലാമിഹി അത്തഅലീം അൽ മുസഗർ, താഴെ കൊടുത്തതില് അല്ലേ തഅലീം അൽ മുസഗർ, മൈക്രോ ടീച്ചിങ് അല്ലെ. മൈക്രോ ടീച്ചിങ്ങിന്റെ മലാമിഹകളിൽ പെട്ടത് ഏതാണ്, അതിന്റെ പ്രത്യേകതകൾ, അതിന്റെ ഫീച്ചേഴ്സിൽ പെട്ടത് ഏതാണ് എന്നാണ് ചോദ്യം. മൈക്രോ ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിലേതൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. യെസ്, ഫീച്ചേഴ്സ് മലാമിഹ് എന്ന് പറയുമ്പോൾ ഫീച്ചേഴ്സ് ആണ്. ഫീച്ചേഴ്സ് ഓഫ് മൈക്രോ ടീച്ചിങ് നോക്കൂ. അൽ-ഇഅ്തിമാദ് അല തഅല്ലും വ ഇജാദ അൽ മഹാറത്ത് തദ്രീസിയ അല്ലെ. ടീച്ചിങ്ങിനെ അതുപോലെ തന്നെ ടീച്ചിങ് സ്കില്ലുകളെ നന്നാക്കുക, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. സമനം തൊഴിൽ തദ്രീസ്, പഠിപ്പിക്കാൻ കുറെ ടൈം വേണം, ഒരുപാട് ടൈം വേണം. തഗ്ദിയ അറാജിയ അല്ലെ. എന്താണ് തഗ്ദിയ റാജിയ? ഫീഡ്ബാക്ക് വേണം. തസ്ജീൽ തഅലീം വ തഹ്ലീലുഹു മിൻ ഖബൽ ഖിബ്റ അല്ലെ. ആ ഒരു ടീച്ചിങ്ങിന് അതിനെ എന്താണ് റെക്കോർഡ് ചെയ്യുകയും അതിന്റെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് അതിനെ അനലൈസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഇതിൽ മൈക്രോ ടീച്ചിങ്ങിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? മൈക്രോ ടീച്ചിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതെന്താണ്. യെസ്, എന്താണ് ടീച്ചിങ് സ്കില്ല്, ടീച്ചേഴ്സ് ആവാൻ വേണ്ടി പോകുന്ന അതിന് ട്രെയിനിങ് ചെയ്യുന്ന ആളുകൾക്കുള്ള ഒരു കോഴ്സാണ് അല്ലെ. അപ്പൊ അത് എന്തൊക്കെയാണ്? ടീച്ചിങ് സ്കില്ലിനെ അത് മാസ്റ്റർ ചെയ്യുന്നുള്ളതാണ്, അത് അതിന്റെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഫീഡ്ബാക്ക് അല്ലെ, ഫീഡ്ബാക്ക് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാല് ഫീഡ്ബാക്ക് അതിൽ നിർബന്ധമാണ്. അതിൽ ടീച്ചിങ് സ്കില്ല് വേണം, ഫീഡ്ബാക്ക് നിർബന്ധമാണ്. മാത്രമല്ല എന്താണ് റെക്കോർഡിങ് ആൻഡ് അനാലിസിസ് അല്ലെ, നടക്കുന്നില്ലേ കൃത്യമായിട്ട്. ഞാൻ പറഞ്ഞില്ല, നമ്മളെ ക്ലാസ്സിലിരിക്കണ നമ്മളൊപ്പം പഠിക്കണ മറ്റൊരു ഇരുന്നിക്കാണ്ട് ഇങ്ങനെ എന്റെ എഴുത്തിട്ടോ പറ്റ മോശമാണ്, എന്താണ് അക്കൽ മൊത്തത്തിൽ മറ്റേ വൃത്തി അത് നല്ല ഉഷാറാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഷെയ്ഡ് എന്ന് പറഞ്ഞില്ലേ. യെസ്, റെക്കോർഡിങ് ആൻഡ് അനാലിസിസ് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ അലിഫും എന്താണ് ജീമും അതുപോലെ തന്നെ ദാലും അതിന്റെ അകത്ത് വരും. പിന്നെന്താണ് കുറെ ടൈം വേണമെന്ന് പറഞ്ഞാൽ അത് നടക്കൂലല്ലോ. ഒരു സ്കിൽ മൈക്രോ ടീച്ചിങ്ങില് ഒരു സ്കില്ല് 10 മിനിറ്റ് ആണ് ഉണ്ടാവുക. 10 മിനിറ്റ്, 10 to 15 മിനിറ്റ് ആണ് മാക്സിമം നമുക്ക് ക്ലാസ് എടുക്കാൻ കിട്ടുക ഒരു സ്കില്ല്. അപ്പോ അത് കുറെ ടൈമിനുള്ളതാന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അത് സമനുൻ ഖസീർ അതിൽ കിട്ടുന്നുള്ളൂ. അപ്പൊ ബാ ശരിയാവൂല, ബാക്കി അലിഫും ജീമും ദാലും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ അതിൽ പ്രധാനപ്പെട്ട സാധനം ഈ പറയുന്ന ഫീഡ്ബാക്ക് അതിനകത്ത് കൃത്യമായിട്ട് വരുന്ന സംഗതിയാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കിയേ. ഇതൊരു ഈ പറയുന്ന, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ പെഡഗോജിയില് സംഗതികള് ട്രാൻസ്ലേറ്റഡ് സാധനങ്ങളാണ്. ഈ പറഞ്ഞ തിയറികൾ ഇപ്പോ ഈ പറയുന്ന പിയാഷെ ആണെങ്കിലും ഗാർഡനർ ആണെങ്കിലും വൈഗോട്സ്കി ആണെങ്കിലും ബ്രൂണർ ആണെങ്കിലും ഇവരുടെ ഒന്നും തിയറികൾ അറബിയിൽ പറഞ്ഞ തിയറികളല്ല. ഇതിനൊക്കെ ഇംഗ്ലീഷിൽ നിന്ന് അറബിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോ ഈ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഒരു വാക്കിന് തന്നെ ഇഷ്ടം പോലെ പദങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിന്റെ അകത്ത് വരുന്ന ഒരു ഇതാണ് നമ്മൾ പഠിച്ച പദമായിട്ട് നമ്മളിപ്പോ ഒരു ടേം പഠിച്ചു വെച്ചിട്ടുണ്ടാവും, പക്ഷെ അതായിരിക്കില്ല മറ്റൊരാൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിന് കൊടുക്കുന്ന നിർവചനം. അത് പല രീതിയിൽ അത് വരാറുണ്ട്. അപ്പൊ അങ്ങനെ വന്ന ഒരു ചോദ്യമാണത്. ലൈസ മിന സക്കാത്തിൽ മുതഅദ്ദി അലി ഹവാർഡ് ഗാർഡനർ, താഴെ കൊടുത്തതിൽ ഹവാർഡ് ഗാർഡനറുടെ തിയറിയിൽ അദ്ദേഹത്തിന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസിൽ പെടാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ ഇതിങ്ങനെ വായിച്ചു നോക്കുമ്പോ ദക്കാവ് റിയാദിൽ മൻതഖി, ദക്കാവ് മാരിഫത്ത് ദാത്ത്, ദക്കാവ് ഷാമിൽ, ദക്കാവ് ഫറാ, ഇങ്ങനെ വായിച്ചു നോക്കുമ്പോ രണ്ടെണ്ണം നമ്മൾ കേൾക്കാത്തതായിട്ട് തോന്നും. രണ്ടെണ്ണം നമ്മൾ കേൾക്കാത്ത ഓപ്ഷൻസ് ആയിട്ട് തോന്നും. അപ്പൊ ഇവിടെ നോക്കിയേ, ഓപ്ഷൻ എ അരിയ എന്താണ് ദക്കാവ് റിയാലി അൽ മൻതഖി അല്ലെ, മാത്തമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ റീസണിങ് ആണ്. അത് നമുക്കൊരു സംശയം ഉണ്ടാവില്ല, മുപ്പരയിൽ വരുന്നത് തന്നെയാണ്.
ദക്കാവ് മാരിഫത്ത് ദാത്ത് ഇല്ലേ, ഇൻട്രാ പേഴ്സണൽ, സ്വന്തത്തെ പറ്റിയിട്ട് അറിയുന്ന സംഗതി നമ്മൾ പറഞ്ഞിട്ടില്ലേ. യെസ്, അപ്പൊ അതിലും ആർക്കും സംശയമൊന്നും ഉണ്ടാവില്ല. ഇനി ദക്കാവ് ഷാമില്, ദക്കാവുൽ ഫറാഹി, അതെന്താണെന്നൊരു സംശയം വരും. അപ്പൊ ഇതില് ദക്കാവുൽ ഫറാഹി എന്ന് പറയുന്ന സാധനം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടില്ല, എന്നാലും ഇപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ദക്കാവുൽ ഫറാഹി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ എന്താണ് തിയറിയിൽ വരുന്ന ഇന്റലിജൻസ് തന്നെയാണ്. സ്പേഷ്യൽ ഇന്റലിജൻസിന് പറയുന്ന മറ്റൊരു പേരാണ് ദക്കാഉൽ ഫറാഹി. നമ്മൾ ഒരിക്കലും ഇതിങ്ങനെ വരുന്ന പ്രതീക്ഷിച്ച സംഗതിയല്ല. നമ്മൾ ബസരി ഉണ്ടല്ലോ, ബസരി, ആ ബസരിക്ക് യൂസ് ചെയ്യുന്ന മറ്റൊരു ടേം ആണ് ഈ പറയുന്ന ഫറാഹി. ഓക്കെ, അപ്പൊ അത് ട്രാൻസ്ലേഷൻ ടൈപ്പിൽ നോക്കുമ്പോൾ നമുക്കത് ഈ സ്പേഷ്യൻസ് എന്താണ് ബസരിക്ക് ഫറാഹി എന്നുള്ള പേരും കൂടെ അതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. അപ്പോ അതാണ് അപ്പൊ ഈ പറയുന്ന ദക്കാഉ ഷാമിൽ, ഗ്ലോബൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സാധനം അതിൻ്റെ അകത്ത് വരുന്ന കാര്യമല്ല. അപ്പൊ ഈ പറയുന്ന മാത്തമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഇന്റലിജൻസ് ആണെങ്കിലും, ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് ആണെങ്കിലും, സ്പേഷ്യൽ ഇന്റലിജൻസ് ആണെങ്കിലും ഒക്കെ അതിൻ്റെ അകത്ത് വരുന്നതാണ്. എന്താണ് അതിനകത്ത് വരാത്തത് ഈ പറയുന്ന ദക്കാഉ ഷാമിലാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ദക്കാഉ ഷാമിൽ എന്നതാണ് കറക്റ്റ് ആൻസർ. ദക്കാഉ ഷാമിൽ. ഷാമിലുണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ടീച്ചറെ? സമ്പൂർണമായത്. ബി എന്തായിരുന്നു? ഓപ്ഷൻ ബി ഇൻട്രാ പേഴ്സണൽ അല്ലേ? അപ്പോ ആ ഇന്റലിജൻസിൽ ഇതാ അവിടെ അതിൻ്റെ അകത്ത് വന്നൊരു സാധനമാണ് ബസരി, വിഷ്വൽ അല്ലെങ്കിൽ സ്പേഷ്യൽ. വിഷ്വൽ ഓർ സ്പേഷ്യൽ ഇന്റലിജൻസിന് നമ്മൾ പറയുന്ന വാക്കാണ് ബസരി അല്ലെങ്കിൽ എന്താണ് ഫറാഹി എന്നുള്ളത്. അത് ഇനി ഓർത്തു വെക്കുക, അടുത്തൊരു പരീക്ഷയ്ക്ക് വരുന്ന സമയത്ത് അത് മറന്നു പോകരുത്. ഓക്കെ ഓക്കെ. അപ്പോ ഇനി ആ വാക്ക് മറക്കരുത്. നമ്മള് വിഷ്വലിന് ബസരി എന്ന് പറയുന്ന പോലെ തന്നെ സ്പേഷ്യലിന് യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് എന്ത്, ഈ ഫറാഹി എന്നുള്ളത്. ഓക്കെ, ബസരി ഫറാഹി. അപ്പൊ അത് ആ ഒരു വാക്ക് അതിൻ്റെ അകത്ത് വരുന്നതാന്നുള്ളത് ഓർത്തു വെക്കുക. ഇനി വരും പരീക്ഷകളിൽ ആ ഒരു സംഗതി മറന്നു പോകരുത്. ബസരി ഫറാഹി. ഓക്കെ, വിഷ്വൽ ഇന്റലിജൻസ്. പിന്നെ ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു അല്ലെ. നോക്കൂ, 8ാം ക്ലാസ്സിലെ ചോദ്യം, 8ാം ക്ലാസ്സിലെ ഹാൻഡ് ബുക്കിൽ നിന്ന് വന്ന ഒരു ചോദ്യമാണ്. പുതിയ ഹാൻഡ് ബുക്കിൽ നിന്ന് വന്നൊരു ചോദ്യം. ഇബാറ അറബിയ തുഖാബിലു അല IAS. IASന് പറയുന്ന അറബി പദം ഏതാണ്? الخدمة الإدارية الهندية، إدارة الخدمات الهندية، خدمات الهندية للإدارة، الخدمات الإدارية في الهند. ഇതിൽ ഏതാണ് IASന് പറയുന്ന പദം? ഏതായിരുന്നു? ചാറ്റ് ബോക്സിന്റെ അകത്ത് ആൻസർ വരട്ടെ. IASന്റെ പദം ഏതാണ്? യെസ് 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 യെസ്, അൽ ഖിദ്മത്തുൽ ഇദാരിയ അൽ ഹിന്ദിയ അല്ലെ, അൽ ഖിദ്മത്തുൽ ഇദാരിയ അൽ ഹിന്ദിയ. 8ാം ക്ലാസ്സിന്റെ പുതിയ ഹാൻഡ് ബുക്കിന്റെ അകത്ത് ഇതാ ഇങ്ങനെ കുറച്ച് ഇന്ത്യൻ ഹയസ്റ്റ് സർവീസ് ഡെസിഗ്നേഷൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. മനാസിബുർ റസ്മിയ ഫിൽ ഖിദ്മത്തുൽ ഹിന്ദിയ എന്ന് പറഞ്ഞിട്ട് അതിന്റെ അകത്ത് വരുന്ന സംഗതിയാണ് അൽ ഖിദ്മത്തുൽ ഹിന്ദിയ അൽ ഇദാരിയ, IAS ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അൽ ഖിദ്മൽ ഖാരിജിയ അൽ ഹിന്ദിയ ഇന്ത്യൻ ഫോറിൻ സർവീസ്, അൽ ഖിദ്മൽ ഹിന്ദിയ ലിൽ ഇറാദാത്ത് ലൈറ്റ് റവന്യൂ സർവീസ്, അൽ ഖിദ്മൽ ഹിന്ദിയ ലിൽ ഷുർത്ത ഇന്ത്യൻ പോലീസ് സർവീസ് IPS. അപ്പൊ ഇങ്ങനെ ഇത് പുതിയ ഹാൻഡ് ബുക്കിന്റെ അകത്തുള്ള കുറച്ച് ഭാഗങ്ങളാണ്. അപ്പൊ ഇതിന്റെ അകത്ത് എന്തിട്ടുണ്ട്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് IASന് അൽ ഖിദ്മ അൽ ഹിന്ദിയ അൽ ഹിദാരിയ എന്നാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അത് തന്നെയാണ് അൽ ഖിദ്മത്തുൽ ഇദാരിയ അൽ ഹിന്ദിയ എന്നുള്ളത്. ഓക്കെ, അടുത്തൊരു ചോദ്യം. യെസ്, തവക്കുൽ കർമാൻ ഇല്ലേ, പഴയ ടെക്സ്റ്റ് ബുക്കുകളിലും പുതിയ ടെക്സ്റ്റ് ബുക്കിലും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് തവക്കുൽ കർമാൻ. തവക്കുൽ കർമാൻ നാഷിദത്തുൻ ഇജ്തിമാഇയ്യ. തവക്കുൽ കർമാൻ അവരൊരു സാമൂഹിക ആക്ടിവിസ്റ്റ് ആണ് അല്ലെ, സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ് തവക്കുൽ കർമാൻ എന്ന് പറയുന്ന ആൾ. അവരുടെ എന്താണ് നാഷണാലിറ്റി ആണ് ചോദ്യം. മിസ്രി ഈജിപ്ഷ്യൻ ആണോ, ഇറാഖ് ആണോ, കുവൈത്ത് ആണോ, യമൻ ആണോ? ഏതാണ് തവക്കുൽ കർമാന്റെ നാഷണാലിറ്റി? യെസ്, തവക്കുൽ കർമാന് ഏതാണ്? യെസ് യെസ് യെസ്, തവക്കുൽ കർമാൻ ആരാണ്? തവക്കുൽ കർമാൻ അല്ലെ, യെസ്, ആരാണ്? യമനിയാണ്, യമനാണ്. യെസ് യെസ്, യമനാണ്, യമൻ. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം നോക്കിയേ. സ്വഹാബിയ ഇസ്തഹറത്ത് ബിലഖബി ദാത്തുൻ നിതാഖൈൻ അല്ലെ, ദാത്തുൻ നിതാഖൈൻ. ദാത്തുൻ നിതാഖൈന് പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നില്ലേ? പഴയ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് ഉണ്ടായിരുന്ന ഒരു ഭാഗമായിരുന്നു അല്ലെ ദാത്തുൻ നിതാഖൈൻ. ദാത്തുൻ നിതാഖൈൻ എന്ന ലഖബിൽ അറിയപ്പെടുന്ന സ്വഹാബിയ ആരാണ്? സ്വഹാബിയ ആരാണ്? അസ്മാ ബിബി, ഉമ്മു സലമ. അതെ, പുതിയ ബുക്കിലും വരുന്നുണ്ട് അല്ലെ. യെസ്,
ഹഫ്സ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ. നിത്താഖൈൻ ആരാണ്? അതെ, അസ്മാ റളിയല്ലാഹു അൻഹയാണ്. അസ്മാ റളിയല്ലാഹു അൻഹയാണ് കറക്റ്റ് ആൻസർ. ഓക്കെ. ഇനി എപ്പോഴും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് വരുന്ന ഒരു കവിതകളിൽ വരുന്ന ഒരു പോയറ്റ് ആണ് ഈ പറഞ്ഞ ആള് ഗാലിബ് മെഹനി അല്ലെ. ഗാലിബ് മെഹനി ഈ താഴെ കൊടുത്തതിൽ ഏത് മേഖലയിലാണ് പ്രസിദ്ധനായിട്ടുള്ളത്? ഷെയറു ത്വബീഅയാണോ, ഷെയറുൽ മദാഇഹ് ആണോ, ഷെയറുൽ അത്ഫാൽ ആണോ, ഷെയറുൽ വസ്ഫ് ആണോ? ഗാലിബ് മെഹനി ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് വരുന്ന കവി ആയതുകൊണ്ട് തന്നെ നമുക്ക് ലെവലേഷൻ സംശയമില്ലാതെ എഴുതാൻ പറ്റും. ഏതാണ്? യെസ്, ഏതാണ്? യെസ്, ഷെയറുൽ അത്ഫാൽ അല്ലെ, കുട്ടികളുടെ കവിത. ഓപ്ഷൻ സി ഷെയറുൽ അത്ഫാൽ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ഷെയറുൽ അത്ഫാൽ. അപ്പൊ ഇങ്ങനെ ഈ ഒരു രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്ന് കാണുന്നത്. അപ്പോ അതബിനും മറ്റെന്താണ് ഇങ്ങനെ ഒരു ഭാഗത്തു നിന്ന് തന്നെ മാത്രം ചോദിക്കുന്ന ആ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോ നമുക്ക് എല്ലാ ഭാഗവും ഒരുപോലെ വരുന്ന ഒരു രീതിയാണ് ഇപ്പൊ എക്സാമുകളിൽ കാണുന്നത്. എല്ലാ ഭാഗത്തു നിന്നും ആ ഒരു കറക്റ്റ് മാർക്കിന്റെ ടേംസ് അനുസരിച്ചിട്ടാണ് വരുന്നത്. അപ്പോ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാനില്ല, കൃത്യമായിട്ട് പഠിക്കുക. ഇനി എക്സാമുകളൊക്കെ തീർന്നു എന്ന് വിചാരിച്ചിരിക്കേണ്ട, അടുത്ത എക്സാമുകളൊക്കെ വീണ്ടും വരും. നമ്മുടെ അറബി ഓരോ ജില്ലകളിലായിട്ട് ഇങ്ങനെ വിളിക്കുന്നതുകൊണ്ട് തന്നെ ഇനിയും എക്സാമുകൾ, LP എക്സാമുകൾ നടക്കാത്ത, UP എക്സാമുകൾ നടക്കാത്ത, ഹൈസ്കൂളിൽ പാർട്ട് ടൈം ഫുൾ ടൈം നടക്കാത്ത ജില്ലകളൊക്കെ ഇനിയും ഉണ്ട്. അപ്പൊ അത് ഇനിയും വരാൻ സാധ്യതയുണ്ട്. ഹയർ സെക്കൻഡറി ലിസ്റ്റ് ഏകദേശം 1 വർഷത്തോളം ഇനിയും ബാക്കിയുണ്ട്. എന്നാലും അതും എക്സാം വിളിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ കോളേജിയേറ്റ് എക്സാം വരാനുണ്ട്. അപ്പൊ പഠനം നിർത്തേണ്ട ആരും, അതൊരു കണ്ടിന്യൂസ് ആയിട്ട് പ്രോസസ് ആയിട്ട് അങ്ങ് തുടർന്ന് പോവുക. ഇനി വരുന്ന PSC-കൾക്ക് ഇപ്പൊ തന്നെ നന്നായിട്ട് മുന്നൊരുക്കം നടത്തിയാൽ ഒരു സംശയം വേണ്ട, ഡെഫിനറ്റ്ലി നമുക്ക് റാങ്കിലേക്ക് എത്താൻ പറ്റും. നന്നായിട്ട് ഇരുന്നിട്ട് പഠിക്കുക. ജനറൽ പേപ്പറും എല്ലാതും, ജനറലൊക്കെ നമുക്ക് ഏകദേശം ഒരു 3-4-5 മാസത്തെ ഗ്യാപ്പൊക്കെ ഒരു പരീക്ഷയ്ക്ക് എന്തായാലും വരുന്നുണ്ടാവും. ഇനി വിളിച്ച് അല്ലെ അപേക്ഷിച്ച് കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടേ. അപ്പൊ എന്തായാലും ഇരുന്നിട്ട് ജനറലൊക്കെ നന്നായിട്ട് ടൈം എടുത്ത് സിലബസ് ഒക്കെ നോക്കി ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് വെച്ച് ഓരോ ഭാഗം നോട്ടൊക്കെ എഴുതി ഉണ്ടാക്കി നല്ല വൃത്തിയിൽ പഠിച്ചു തുടങ്ങുക. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു തുടങ്ങുക, അടുത്തൊരു എക്സാമിന് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ. അപ്പൊ എന്തായാലും പഠിച്ചത് വെറുതെ ആവൂല, നന്നായിട്ട് പഠിക്കുക. ഇൻഷാ അല്ലാഹു വിജയം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത എക്സാമുകളിലൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. ടീച്ചറെ തൊണ്ടേക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ 80ാമത്തെ ക്വസ്റ്റ്യൻ. ഇഖ്തറത്ത് തസ്സീഹാത്തുൽ ഖാത്തിഅ നദിയത്തുൽ മുഹാല വൽ ഖത്ത. എഡ്വേർഡ് തൊണ്ടേക്ക്. ഇതല്ല ചോദ്യം. അതിന്റെ ആൻസർ ഇതില് ആൻസർ കീ വന്നിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന ജമിയോ ലാ യൂജിദു തസ്സീഹൻ ഖാത്തി എന്നുള്ളതാണ് അല്ലെ. ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇല്ല എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ താഴെ കൊടുത്തതിൽ എഡ്വേർഡ് തൊണ്ടേക്ക്. എഡ്വേർഡ് തൊണ്ടേക്കിന്റെ ട്രയൽ ആൻഡ് എറർ തിയറിയെ കുറിച്ചിട്ട് തെറ്റായത് തിരഞ്ഞെടുക്കുക. അപ്പൊ ഇതിലൊരു കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് തോന്നും. കാരണം നമ്മളത് ഡീപ്പായിട്ട് പറയാത്തൊരു തിയറിയാണ്. ഇപ്പൊ അതിന്റെ അകത്ത് നോക്കൂ, ഇതില് തഅതമിദു അലൽ മദ്രസ അൽ സുലൂക്കിയ ലിഇൽമിൻ നഫ്സ് തഅല്ലുമി അല്ലെ, അത് ബിഹേവിയറിസവുമായിട്ട് ബന്ധപ്പെട്ടതാന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ തഅല്ലും അലാ തരീഖത്തുൽ ഇസ്തിദ്ലാൽ, അതിൽ ഇൻഫറൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഇതാന്ന് പറയുന്നുണ്ട്. അതുപോലെ അതിൽ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഇങ്ങനെയാണ്: ഇറ്റ്സ് ബേസ്ഡ് ഓൺ ബിഹേവിയറിസ്റ്റ് സ്കൂൾ ഓഫ് ലേണിംഗ് സൈക്കോളജി. നമുക്കറിയാം ബിഹേവിയറിസം എന്ന് പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്, അതിന്റെ ശരിയാണ്. അപ്പൊ അതിൻ്റെ അകത്ത് വരൂല. അതുപോലെ തന്നെ തഅല്ലും അലാ ത്വരീഖത്തിൽ ഇസ്തിദ്ലാൽ, ഒരു ഇൻഫറൻസിലൂടെ റീസണിങ്ങിലൂടെ പഠിക്കുന്നു എന്നാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ ഇൻഫറൻസ് എന്ന് പറയുമ്പോൾ അതിനൊരു സത്യം പറഞ്ഞാല് ഈ ബിഹേവിയറിസത്തില് ഇദ്ദേഹത്തിന്റെ തിയറിയില് പുതിയ ഓൾഡ് എക്സ്പീരിയൻസിനെ പുതിയതുമായിട്ട് ബന്ധപ്പെടുത്തുക എന്നുള്ളതാണ് അതിന്റെ ഒരു കറക്റ്റ് ഈ ഇൻഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതില് കുറെ ഒരു കാര്യം ചെയ്തു, പിന്നെ തെറ്റ് വന്നു, പിന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ശരിയുടെ എണ്ണം കൂടി വരും, പെട്ടെന്ന് ശരിയിലേക്ക് എത്തുമെന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. അതുകൊണ്ടാണ് ഈ തരീഖത്തുൽ ഇസ്തിദ്ലാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുന്നത്. ഇൻഫറൻസ് അല്ലെങ്കിൽ റീസണിങ്ങിലൂടെ എന്നുള്ളത് അത് ഇതാക്കി പറയുന്നത് അതുകൊണ്ടാണ്.
അതുപോലെ ലഹ്തിമാലി തക്വീൻ റാബിത്ത് അൽ ആലിയ അല്ലെ, ഇൻട്രസ്റ്റ് ഇൻ ഫോമിങ് മെക്കാനിക്കൽ ബോണ്ട്, അതായത് അത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കാരണം മെയിൻ ആയിട്ടും അദ്ദേഹം ആ ഒരു പൂച്ചനെ പെട്ടിയിലിട്ടിട്ട് ആ പൂച്ച എന്താണ് ആ പൂച്ചയിൽ നിന്ന് വരുന്ന സ്റ്റിമുലസിനെയും റെസ്പോൺസിനെയുമാണ് മെയിൻ ആയിട്ട് അത് ബന്ധം വരുന്നത്. സ്റ്റിമുലസ് റെസ്പോൺസ് ആയിട്ടുള്ള ഒരു ബോണ്ട് അതിന്റെ അകത്ത് വരുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ശരി തന്നെയാണ്. അതുപോലെ താലും അൻ തരീഖത്ത് തജ്രീദ് അല്ലെ, ലേണിംഗ് ത്രൂ അബ്സ്ട്രാക്ഷനിലൂടെ പഠിക്കുക എന്ന് അതിന്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പൊ അതിവിടെ ലോ ഓഫ് പാർഷ്യൽ ആക്ടിവിറ്റി എക്സ്പ്ലെയിൻ ഹൗ വി ഫോക്കസ് ഓൺ സ്പെസിഫിക് എലമെന്റ്സ്. പാർഷ്യൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഒരു എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട്, ഇപ്പൊ ആ ഒരു പൂച്ചയുടെ തിയറി ഒരു എക്സ്പെരിമെന്റ് ആണ് തൊണ്ടയ്ക്ക് പറയണത്. അപ്പോ ആ പൂച്ച എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ആ കൂട്ടിന്റെ അകത്തയിലൂടെ ഇങ്ങനെ കടന്നു ഓടുന്നുണ്ട്. അങ്ങനെ ഏതോ ഒരു സമയത്ത് ആ പൂച്ച അറിയാതെ ലിവറിൽ ചവിട്ടുന്നു. പിന്നെ വീണ്ടും 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 ഇങ്ങനെ ആ ഒരു മിസ്റ്റേക്കിന്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അപ്പൊ അബ്സ്ട്രാക്ഷൻസിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പഠനം നടക്കുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന രണ്ട് സംഗതി, ഇൻഫറൻസും അബ്സ്ട്രാക്ഷനും ശരിക്കും നമുക്ക് ഈ പറയുന്ന ബിഹേവിയർസുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റാത്തൊരു സംഗതിയാണ്. കാരണം അത് കൺസ്ട്രക്റ്റിവിസത്തിന്റെ ബേസിൽ വരുന്ന സംഗതിയാണ്. എന്നാലും ഇതിനെ ഈ പറയുന്ന ലോ ഓഫ് റെസ്പോൺസ് ബൈ അനലോഗി, അതുപോലെ തന്നെ ലോ ഓഫ് പാർഷ്യൽ ആക്ടിവിറ്റി, ഈ രണ്ട് സാധനവും തൊണ്ടേക്കിന്റെ തിയറിയിൽ വരുന്ന ഭാഗങ്ങളാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന എല്ലാ സംഗതിയും അദ്ദേഹത്തിന്റെ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ഇതിലെ തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ല എന്ന് അദ്ദേഹം ഈ പറയുന്ന ക്വസ്റ്റ്യൻ ഇട്ട ആൾ ഉദ്ദേശിച്ചത് അതുകൊണ്ടായിരിക്കാം. പക്ഷെ അതൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. കാരണം ഇദ്ദേഹത്തിന്റെ തിയറിയിലെ തൊണ്ടൈക്കിന്റെ തിയറിന്റെ അകത്ത് ഒരുപാട് തിയറികൾ വരുന്നുണ്ട്. ഈ മുഹാവല വൽ ഖത്ത്, വസ്ലിയ, തറാബുത്തിയ, ഇഷ്റാഖുൽ വസീ എന്നൊക്കെ പറഞ്ഞ് കുറെ തിയറികൾ വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് ഈ ഒരു പൂച്ചനെ പെട്ടിയിലിട്ടുകാണ്ടുള്ള ഈ ഒരു ഇതിന്റെ അകത്ത് അബ്സ്ട്രാക്ഷനും അതുപോലെ തന്നെ അത്തരത്തിലുള്ള എല്ലാ കാര്യവും അതിന്റെ അകത്ത് വരുന്നുണ്ട്. ഒരു കാര്യം പഴയ കാര്യവുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെടുത്തിയിട്ട് പൂച്ചക്ക് എന്താണ് വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ അതില് പെട്ടെന്ന് ശരിയിലേക്ക് എത്താൻ പറ്റുന്നു എന്നൊക്കെ പറയാം. അതുകൊണ്ടാണ് അതിന് ആ ഒരു ഇതിൽ പറയണത്. അപ്പൊ അദ്ദേഹത്തിന്റെ തിയറികളുമായി ബന്ധപ്പെട്ട് വന്ന ഒരു കുറച്ചൊരു ഡീപ്പായിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റാത്തൊരു ചോദ്യമാണ്. കാരണം ഇതൊരു ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഓക്കെ, അത് രണ്ടെണ്ണം ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഭാഗമാണ് ഈ ബിയും ഡിയും. ജിരീഖ് എന്നുള്ളതിന്റെ അർത്ഥം എന്താ? എന്താണ് വിചാരിച്ചു. അബ്സ്ട്രാക്ഷൻ ആണ് ആ വാക്കിന് പറയാ. അബ്സ്ട്രാക്ഷൻ എന്ന് വെച്ചാൽ ഒരു കാര്യത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് എന്താണ് പഠിക്കുക എന്നുള്ള ഒരു ഇതാണ്. ഓഫ് പാർഷ്യൽ ആക്ടിവിറ്റി എന്ന് ഒരു തിയറിയിൽ അതിൻ്റെ അകത്ത് അബ്സ്ട്രാക്ഷൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ബന്ധപ്പെടുന്നത്. വളരെ ഹൈ ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോ ഒരു എ വെച്ച് നിർമ്മിച്ച പോലത്തെ ഒരു ചോദ്യമാണ്. അങ്ങനെ ഈ രണ്ട് സാധനം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇദ്ദേഹത്തിന്റെ തിയറിയുമായിട്ട് പെട്ടെന്ന് ബന്ധിപ്പിക്കാൻ പറ്റും. സ്റ്റിമുലസ് റെസ്പോൺസും അതുപോലെ തന്നെ ബിഹേവിയർസും ആണെന്നുള്ള ഇസ്തിലാലും തെജരീദും വളരെ ഉള്ളിന്റെ ഉള്ളിൽ വരുന്ന ഒരു ഭാഗമാണ് അദ്ദേഹത്തിന്റെ അനലോഗി, അതുപോലെ തന്നെ പാർഷ്യൽ ആക്ടിവിറ്റി എന്ന് പറയുന്ന റൂൾസ്. ഈ സെറ്റിന്റെ ജനറൽ പേപ്പർ ഒക്കെ ഉണ്ടാവില്ല, അതിലൊക്കെ അങ്ങനത്തെ ഒരു കുറച്ച് ഹൈ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയി പോയി ഇത്. അപ്പോ അതൊരു ഈ പറഞ്ഞ രണ്ട് പോയിന്റിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ അകത്ത് വരുന്നത്. ഇനി അങ്ങനത്തെ ബാക്കിയുള്ളതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ല. ഇതില്ലാത്തൊരു കൺഫ്യൂസിങ് ആയിട്ട് വന്നൊരു ചോദ്യം ഇതാണ്. അപ്പൊ എന്തായാലും നിലവിൽ LP UP എക്സാം വരുന്നുണ്ടോ? സജിൽ സാറെ വരാൻ സാധ്യത ഉണ്ട്. കാരണം കുറച്ച് ജില്ലകൾ ഇനിയും വിളിക്കാൻ ബാക്കിയുണ്ട്, അത് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, മലപ്പുറത്തിന്റെ കോഴിക്കോടിനൊക്കെ അങ്ങനത്തെ കഴിഞ്ഞു എന്നുള്ളൂ. പക്ഷെ എന്നാലും ഇനിയും ജില്ലകൾ വിളിക്കാനും ഇതിനൊക്കെ ബാക്കിയുണ്ട്. പിന്നെ കാലാവധികൾ തീർന്നതിന് ശേഷം ഒന്നല്ല, കാലാവധി തീരുന്ന മുമ്പ് തന്നെ എക്സാം വിളിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് പഠനം നിർത്തണ്ട, അത് കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് നടത്തുക കേട്ടോ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.